പഠിക്കും എന്ന് പറഞ്ഞു. പഠിച്ച് എവിടെ എത്തും? എവിടെയെങ്കിലും എന്തെങ്കിലും കാണാം. ഭൂമി ഉരുണ്ടതല്ലേ. അതെ, ലക്ഷ്യം ശരിക്കും MBA ചെയ്യണം എന്നാണ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ. ഇത്രയൊക്കെ കയ്യിലുണ്ടായിട്ടും എന്തേ നേരത്തെ പാടിയില്ല? അത് പിന്നെ പറയടോ. ശരിക്കും സിവിൽ സർവീസ് ആണ് ലക്ഷ്യം. കള്ളത്തരെ പറയൂ. ഒരു IAS എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ IPS എന്നുള്ള ലക്ഷ്യം. ഞാൻ എന്താണോ ഇപ്പൊ കേട്ടത്? ക്ഷമിക്കണം, ഞാൻ അറിയാതെ. ചിലപ്പോൾ ഒരു യൂണിഫോമിനോടുള്ള ഒരു താല്പര്യം തന്നെ ആയിരിക്കാം. എന്റെ ഭയ ഒന്നും ശരിയാവൂല, വേറെന്തെങ്കിലും ഐഡിയ പറ. അങ്ങനെയുണ്ടോ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു ലക്ഷ്യമുള്ളൊരു ആളാണ് ഞാൻ. കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. വീട്ടിലെപ്പോഴും അച്ഛനും അമ്മയും ഒക്കെ പറയാറുണ്ട്, സിവിൽ സർവീസ് എടുക്കണം എന്ന് പറയുന്നവരും ഉണ്ട് ജീവിതത്തിൽ. ജോലിക്ക് നല്ല കട്ടിയാണല്ലേ. മാട്രിക്സിന് 0 മാർക്കാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. സെക്കൻഡ് സെമിസ്റ്ററില് മലയാള ഗദ്യ സാഹിത്യത്തിന് 7 മാർക്കാണ്. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. അപ്പൊ ഈ 0 മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടി, 7 മാർക്ക് വാങ്ങുന്ന കുട്ടി, അരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. ഇങ്ങനെയുള്ള ഒരാളിനെയാണ് CPM മേയറായി നിയമിക്കുന്നത്. മാത്രമല്ല പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ കുടലിലേക്ക് കെട്ടിയെടുത്തേ. അവർക്കൊരു പ്രൊജക്ഷൻ കൊടുക്കുകയാണ്, ഭാവിയിൽ IAS ആണ് IPS ആണ് രീതിയിൽ. അപ്പൊ ജനം എന്ത് വിചാരിക്കും? ജനങ്ങളെ ചീറ്റ് ചെയ്യല്ലേ അത്? ഉത്തരം കൊടുക്ക്. എനിക്ക് നാണാവുക. അപ്പൊ അതാണ് അവരുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ മാത്രമല്ല, എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, അഹങ്കാരത്തിന്റെ ആൾരൂപമാണ് ആര്യ രാജേന്ദ്രൻ. മാറ്റിക്കല്ലേ.